الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة. صدق الله مولانا العلي العظيم. ബഹുമാനമുള്ള അധ്യക്ഷൻ ഉമർ ഫൈളി മുക്കം, മറ്റ് വേദിയിൽ ഉപേക്ഷയായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗങ്ങൾ, വിദ്യാഭ്യാസ ബോർഡ് അംഗങ്ങൾ, സമസ്തയുടെ മറ്റ് പോഷക സംഘടനകളുടെ നേതാക്കന്മാരാവുന്ന പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഈ മഹത്താവുന്ന വേദിയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയ ബഹുമാനമുള്ള മോമിനീങ്ങൾ, മോമിനാത്തുകൾ, ബഹുമാനമുള്ളവരെ, മഹാനായ ഷെയ്ഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവരുടെ ഉറൂസിനോട് അനുബന്ധിച്ചുകൊണ്ട് സംഘടിപ്പിക്കപ്പെട്ട ഒരു പുണ്യമായ വേദിയിലാണ് നമ്മളിവിടെ സംബന്ധിച്ചിട്ടുള്ളത്. ആരായിരുന്നു ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു എന്ന് മനസ്സിലാക്കിയ ആളുകളാണ് നമ്മൾ ഈ സദസ്സിലിരിക്കുന്ന ബഹുഭൂരിഭാഗം ആളുകളും, ഈ സ്റ്റേജിൽ എല്ലാവരും. പക്ഷേ പലപ്പോഴും ബഹുമാനപ്പെട്ടവരെ പല ആളുകളും അവരെ സംബന്ധിച്ച് അവരെ ചരിത്രങ്ങൾ വിവരിക്കുമ്പോൾ അവരോട് അനുയോജ്യമല്ലാത്ത നിൽക്ക് ചരിത്രത്തിനെ വളച്ചൊടിക്കണ ഒരു പ്രവണത പലപ്പോഴും പലരിൽ നിന്നും അനുഭവപ്പെട്ടിട്ടുണ്ട്. മഹാനാവുന്ന ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞതുപോലെ അപ്പോൾ നമ്മൾ ബഹുമാനപ്പെട്ട വലിയൊരു മഹാനാവുന്ന ഷെയ്ഖുന ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവர்களോട് ബന്ധപ്പെട്ട ചരിത്രങ്ങൾ മൂപ്പര് എവിടെയൊക്കെ കിതാബ് ഓതി പഠിച്ചു. അപ്പോൾ ചിലരൊക്കെ വിവരിക്കുമ്പോൾ മൂപ്പര് കിതാബ് ഓതി പഠിക്കാത്ത സ്ഥലവും ആ കൂട്ടത്തിൽ പറയാറ്. ചില ആളുകൾ അവരെ ഉസ്താദന്മാരെ പറ്റി പറയുമ്പോൾ അവർ ഉസ്താദന്മാരല്ലാത്തവരെയും പറയാറുണ്ട്. അവരുടെ ശിഷ്യന്മാരെ പറ്റി പറയുമ്പോഴും അങ്ങനെ പറയാറുണ്ട്. അവർ ദർസ് നടത്തിയ സ്ഥലത്തിനെ പറ്റി പറയുമ്പോൾ അവർ ദർസ് നടത്തിയതും അല്ലാത്തതൊക്കെ പറയാറുണ്ട്. അവരോട് ബന്ധപ്പെട്ട ചരിത്രങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ആ ചരിത്ര സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവതരിപ്പിക്കാതെ അവനെനിക്ക് തോന്നുന്നതൊക്കെ കൂട്ടി പറയുന്ന ഒരു സ്വഭാവമുണ്ട്. ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ പലരോടും ബന്ധപ്പെട്ട ചരിത്രങ്ങൾ പറയുമ്പോൾ അങ്ങനെ തന്നെ പല ആളുകളും അവർക്ക് തോന്നിയതൊക്കെ പറയണം. ഇപ്പം ഞാൻ മൂന്നൂര് ചെനക്കൽ ദർസിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് ഇന്നെ പറ്റിയതോ നല്ലത് പറയുന്നതാണ്. പക്ഷേ മൂന്നൂര് ചെനക്കൽ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ തിരുരങ്ങാടി ചെനക്കൽ ആകെ ഞാൻ എൻ്റെ നാട് വിട്ട് ആകെ ഒരു സ്ഥലത്തെ ഓതിയിട്ടുള്ളൂ. അത് തിരുരങ്ങാടി താഴെ ചെനക്കൽ. നാട് വിട്ട് ഓതിയെന്നും പറയാൻ പറ്റില്ല, നാട്ടിൽ തന്നെയാണ്. പിന്നെ മറ്റൊന്ന് ഓതിയത് ഒരു കൊല്ലം തിരുരങ്ങാടി ബാപ്പൂസിലെ അടുത്ത് തെക്കുംപാടയാണ്. പിന്നെ പട്ടിക്കാട് 2 കൊല്ലം പഠിച്ചിട്ടുണ്ട്, ഒരു കൊല്ലം ദൈവബന്ധിൽ പഠിച്ചിട്ടുണ്ട്, കുറഞ്ഞ കാലം മദ്രാസിലുള്ള ചില അറബി കോളേജുകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അപ്പോൾ ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ എന്നതുപോലെ മഹാനാവുന്ന ഷെയ്ഖുന ശംസുൽ ഉലമയെ സംബന്ധിച്ച് അവരോട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ മൂപ്പരിലോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെ ഖുർആനിലുള്ള മൂപ്പരെ തഹ്ഖീഖാത്തുകൾ, ഹദീസിലുള്ള മൂപ്പരെ തഹ്ഖീഖാത്തുകൾ, ഫിഖ്ഹിൻ്റെ കിതാബുകളിലുള്ള മൂപ്പരെ തഹ്ഖീഖാത്തുകൾ, ഫിഖ്ഹിയായ മസ്അല പറയുന്ന സ്ഥലത്ത് മൂപ്പര് പ്രത്യേകം മനസ്സിലാക്കാൻ നമുക്കൊക്കെ പ്രത്യേകമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ചില ഫത്വകളൊക്കെ കൊടുക്കുമ്പോൾ അതിന് മൂപ്പര് ചില ഇബാറത്തിൽ നിന്ന് ഇതാണ് അതിൻ്റെ മാനദണ്ഡം എന്ന് പറയുമ്പോൾ നമുക്കും മനസ്സിലാവുകയാണ്, ഈ വാക്കിനിക്ക് ഇങ്ങനൊരു അർത്ഥമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫിഖ്ഹിൽ മാത്രമല്ല എല്ലാ ഫന്നുകളിലും തികഞ്ഞ ഒരു പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ടവൻ.
അത് യാതൊരു സംശയമില്ല. എല്ലാ ഫണ്ടും പല പണ്ഡിതന്മാരും എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ബേലൂർ ബാഖിയാത്തു സാലിയാത്തിൽ നിന്നിട്ട് മുത്തവ്വൽ പരീക്ഷ എഴുതി, മുത്തവ്വൽ എന്ന് പറഞ്ഞ കിതാബ് പരീക്ഷ എഴുതി റബീഉൽ അവ്വലിൻ്റെ ലീവിൽ അന്ന് ജാമിയ നൂരിയിൽ വന്നപ്പോൾ അവിടെ മഹാനാവുന്ന കോട്ടുമസ്താദിൻ്റെ ഈശ്വന്മാരായിരുന്നു ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. അവരെ ഈശ്വന്മാരിൽ നിന്നുള്ള ചിലർ കോട്ടുമസ്താദിനെ കാണാൻ വന്നപ്പോൾ ശംസുലുമ്മൻ്റെ ദർസ് കേട്ടു. അപ്പോൾ മൂപ്പര് മുത്തവ്വൽ എന്ന് പറയുന്ന ഗ്രന്ഥം ഓതി കൊടുക്കുന്നത് കേട്ടപ്പോൾ അതിൽ അരിഫിലാമിൻ്റെ ബഹസാണ് മൂപ്പര് ചെയ്യുന്നത്. ഞാനിപ്പോൾ അതൊന്നും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യങ്ങളല്ല, പക്ഷേ ഞാൻ പറയുന്നത് മാത്രം. അപ്പോൾ അവരൊക്കെ അവിടുന്ന് അത് ഓതി പരീക്ഷയ്ക്ക് എഴുതി പഠിച്ച് പരീക്ഷയ്ക്ക് എഴുതി വന്ന പണ്ഡിതന്മാരാണ്. ആർക്കല്ല പരീക്ഷ കഴിഞ്ഞിട്ട് ഇത് അവർക്കൊരു നഷ്ടബോധം തോന്നിപ്പോയി എന്ന് പറഞ്ഞു. അതായത് ഇത്ര വളരെ ആഴത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിട്ട് അവരൊക്കെ മനസ്സിലാക്കാത്ത പല അതിൽ ഷെയ്ഖ് അബ്ദുൽ ഖാഹിറിൻ്റെ മദ്ഹബിനി സഖാഖിൻ്റെ മദ്ഹബിനിയൊക്കെ അതിനെ ചിലതിൽ റദ്ദ് ചെയ്തുകൊണ്ടും ചിലതിനെ സാധാ ഷെയ്ഖുലാൻ്റെ ഒരു ശൈലിയാണ് ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ. അപ്പം അങ്ങനെ അത് സ്ഥാപിക്കണത് ആ അവതരണം കേട്ടപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയിന്ന് ചില വലിയ പണ്ഡിതന്മാർ എന്നോട് പറഞ്ഞു. അത് നമുക്കൊക്കെ അത് അനുഭവമാണ്. ബഹുമാനപ്പെട്ടവർ ഇൽമിൻ്റെ എല്ലാ മേഖലയിലും അപ്പോൾ നമുക്കറിയാം ഏതൊരു കിതാബ് മൂപ്പര് പറയലുണ്ട്, ചിലപ്പോഴൊക്കെ പറയലുണ്ട്. ഞാൻ താന്നൂര് കുറച്ച് കാലം നിന്നു, എന്നോട് നേരിട്ട് തന്നെ പറഞ്ഞതാണ്. അത് ഞാൻ ഒന്നിനുമല്ല തങ്ങളെ താന്നൂര് ഞാൻ അധ്യാപകനായി നിന്നത്. റൗള എന്ന് പറയുന്ന ഇമാം നവവി തങ്ങളെ കിതാബ് മുത്താലയ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അന്ന് ഇന്നത്തെ പോലെ ധാരാളം കിതാബുകൾ എല്ലാ പള്ളിയിലോ അല്ലെങ്കിൽ എല്ലാ ഖുതുബയിലൊന്നും ലഭിക്കപ്പെടാറില്ലായിരുന്നു. അന്ന് ഏതെങ്കിലും ഒരു അമൂല്യമായ ഗ്രന്ഥം ലഭിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഒന്നിരിക്കൽ ശിഹാബുദ്ദീൻ ശാരിയാത്തിൻ്റെ ഗ്രന്ഥശാലയിൽ പോകണം. അപ്പം അതുകൊണ്ട് അവിടെയൊക്കെ ദിവസങ്ങൾ പോയി നമ്മൾ ചെലവഴിക്കാനുള്ള കാരണം അതാണ്. കാരണം എല്ലാ സ്ഥലത്തും ലഭിക്കപ്പെടില്ല. അല്ലെങ്കിൽ ഈ മഹാന്മാരാവുന്ന ചില ഉസ്താദന്മാർ കിതാബ് ശേഖരിക്കുന്നതിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കുന്ന ചില ഉസ്താദന്മാരുണ്ടായിരുന്നു. മഹാനാവുന്ന കൈപ്പറ്റ ബീരാമുട്ടി മുസ്ലിയാരെ പോലെയുള്ള അല്ലാഹു ബർക്കത്ത് അവരൊക്കെ അങ്ങനെയായിരുന്നു. ഞാൻ നന്ദി ദാറുസ്സലാം അറബി കോളേജിൽ മുത്തവ്വൽ ദർസ് നടത്താൻ വേണ്ടി ഷെയ്ഖുന എന്നെ ഏൽപ്പിച്ചപ്പോൾ ഞാൻ മുത്തവ്വൽ ഓതിയിട്ടില്ല. പക്ഷേ ഞാൻ ഷെയ്ഖുനാനോട് പറഞ്ഞു ഞാൻ മുത്തവ്വൽ ഓതിയിട്ടില്ല. അല്ല, അത് നിങ്ങൾക്ക് അറിയുന്ന ദർസ് നടത്തിയാൽ മതി, വല്ല സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. പക്ഷെ ഞാൻ മുത്തവ്വലിൻ്റെ ഒരു ഉണ്ട്, മഹാനാവുന്ന അബ്ദുൽ ഹക്കീം തങ്ങൾ സയാലിക്കോത്തിക്കുള്ള. അത് വളരെ മുത്തവ്വലിൻ്റെ ഒരു ആശയാണെങ്കിലും അത് വലിയ കടുപ്പുള്ള ആശയാണ്. അത് എല്ലാവർക്കും ചിലപ്പോൾ അത് മനസ്സിലായിക്കോളണമെന്നില്ല. അങ്ങനെ ഒരു ശരിയാണ് അബ്ദുൽ ഹക്കീം സയാലിക്കോത്തി. പക്ഷേ ആ കിതാബ് ലഭിക്കപ്പെടാൻ വേണ്ടി ഞാൻ 2-3 സ്ഥലങ്ങളിൽ പോയി. കാരണം അവിടെയൊക്കെ കൈപ്പറ്റ ബീരാമുട്ടിയിൽ ദർസ് നടത്തിയ സ്ഥലമാണ്. നമ്മൾ അല്ലാഹു മർക്കവ ഇരുമുഞ്ചോല പോയി, പൊന്മുണ്ടത്ത് പോയി. പൊന്മുണ്ടത്താണ് എനിക്ക് ആ കിതാബ് ലഭിക്കപ്പെട്ടത്. അപ്പോൾ അന്നൊന്നും കിതാബുകളൊന്നും എല്ലാ സ്ഥലത്തും സുലഭമായി ലഭിക്കപ്പെടുന്ന കാലഘട്ടം അല്ലായിരുന്നു. അതുകൊണ്ട് ഷെയ്ഖുന എപ്പോഴും താന്നൂര് കുറച്ചു കാലം അവിടെ മുദരിസായി നിന്നത് മഹാനാവുന്ന ഇമാം നവവി തങ്ങൾക്കുള്ള ആ റൗളത്തു താലിബി എന്ന് പറഞ്ഞ കിതാബ് മുത്താലായ ചെയ്യാൻ വേണ്ടിയാണ്. അന്ന് ഞാനത് മുത്താലായ ചെയ്തതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ടെന്നാണ് മൂപ്പര് പറഞ്ഞത്. അത് മൂപ്പരൊരു പ്രത്യേക ഒരു ഓർമ്മ ശക്തിയാണത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർക്ക് കൊടുക്കുന്നതായ ഒരു തൗഫീഖാണ്. അപ്പോൾ എല്ലാ നിലക്കും മുവഫ്ഫഖാവുന്ന ഒരു മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുലമ. ഇൽമിൻ്റെ അതുപോലെ പലരും എന്നോട് നാദാപുരം മൂപ്പര് ദർസ് നടത്തിയ കാലഘട്ടത്തിൽ മൂപ്പര് ചില മഖൂലാത്തിൻ്റെ കിതാബുകൾ ഓതി കൊടുക്കുമ്പോൾ ചില ആളുകൾ നാദാപുരത്ത് മൂപ്പര് ദർസ് നടത്തിയില്ല, പാറക്കടവ് ദർസ് നടത്തിയ കാലഘട്ടം. പാറക്കടവ് ദർസ് നടത്തിയ കാലഘട്ടത്തിൽ ചില ആലിമീങ്ങൾ മൂപ്പര് ദർസ് കേൾക്കാൻ പോയ സംഭവം പറഞ്ഞു. ഞങ്ങളത് കേട്ട് തരിച്ചു എന്നാണ് പറഞ്ഞു. അപ്പോൾ ഇൽമിൻ്റെ എല്ലാ മേഖലയിലും അത് വളരെ തഹ്ഖീഖോടുകൂടെ തദ്ഖീഖോടുകൂടെ ദർസ് നടത്താറ്. മഹാന്മാരാവുന്ന അയിമ്മത്തിൻ്റെ ചില അഭിപ്രായങ്ങൾക്ക് അതിന് ഒരു എതിരായ ചില നിഗമനങ്ങളൊക്കെ ചില വിഷയങ്ങളിൽ മൂപ്പർക്ക് ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊക്കെ മൂപ്പര് അവതരിപ്പിക്കൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ വളരെ മാന്യമായ നിലക്ക് അവരെ ബഹുമാനിച്ചുകൊണ്ട് അവരെ പേര് പറയപ്പെടുന്ന സ്ഥലത്ത് മുത്തിയും കൊണ്ടിട്ട് വളരെയധികം ബഹുമാനാദരവോട് കൂടിയാണ് അവതരിപ്പിക്കുന്നത്. നിങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ മതിയോ ഈ സ്ഥലത്ത് എന്ന് പറഞ്ഞിട്ട്
നിങ്ങൾ പറഞ്ഞതിൻ്റെ അപ്പുറം ഇവിടെ എന്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞില്ല എന്ന് ചോദിച്ചിട്ടാണ് ബഹുമാനപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്നോട് നമ്മളെ സുഹൃത്ത് ഒരാളെ മൈത്രായമുട്ടി മുസ്ലിയാർന്ന് പറയും. അവരുടെ അവസരത്തിൽ ഒരു കഥ പറഞ്ഞിട്ടുണ്ട്. അയാൾക്ക് ചില ഒരു യുക്തിവാദ ചിന്താഗതി, ഇങ്ങനത്തെ ചില ചിന്താഗതികളുണ്ടായിരുന്നു പട്ടിക്കാട് പഠിക്കണ കാലഘട്ടം. അപ്പോൾ ഒരു ദിവസം ഷെയ്ഖുനാൻ്റെ സബുക്കിൽ ചെന്നപ്പോൾ ബുഖാരി ദർസ് നടത്തുന്ന സമയത്ത് ഒരു ഹദീസ് ദർസ് നടത്തുമ്പോൾ ആ ഹദീസ് ഷെയ്ഖുന വായിച്ചുകൊണ്ട് ആ ഹദീസ് ഈ വിഷയത്തെ റദ്ദ് ചെയ്യാൻ പറ്റിയതായ ഒരു സ്വഭാവത്തിലുള്ള ഹദീസാണ്, ചെറിയ നിലക്കൊക്കെ. പക്ഷേ ഷെയ്ഖുന അവിടെ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ വളരെ വിശാലമായ നിലക്ക് ഇയാളെ മനസ്സിലുള്ളതിലേക്ക് മറുപടി പറയുന്നത് പോലെ പറയാൻ തുടങ്ങി. അപ്പോൾ ഇയാൾക്ക് തന്നെ വലിയൊരു അത്ഭുതമായിപ്പോയി. ഇയാളെ മനസ്സിലുള്ള ഈ സംശയമൊന്നും ബഹുമാനപ്പെട്ട ഷെയ്ഖുനാൻ്റെ മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ല. ഇയാളെ മനസ്സിൽ അങ്ങനത്തെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ആ സംശയങ്ങൾക്ക് മുഴുവനും മറുപടിയായിക്കൊണ്ട് 2 ദിവസത്തെ ക്ലാസ് ഷെയ്ഖുനാൻ്റെ ബുഖാരിയിലുള്ള ക്ലാസ്. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് ആ സംശയമൊക്കെ പോയതാണ്. അപ്പം ഈ നിലക്ക് ജനങ്ങളെ ഹൃദയത്തിലുള്ളത് കാണാനും ഹൃദയത്തിലേക്ക് നോക്കി മനസ്സിലാക്കാനും വിദ്യാർത്ഥികളെ മുഖത്ത് നോക്കിക്കൊണ്ടിട്ട് ഇവൻ കൊള്ളുന്നവനാണോ കൊള്ളാത്തവനാണോ. ചില പട്ടിക്കാട് ജാമ്യ നൂരിയിലൊക്കെ പരീക്ഷൻ്റെ സെലക്ഷൻ പരീക്ഷ സമയത്ത് തന്നെ നമ്മൾക്ക് തന്നെ അനുഭവമുണ്ട്. നമ്മളെ കൂടെ പരീക്ഷയ്ക്ക് ഇരുന്നാൽ ചിലരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇനിയൊന്നും ഇവിടെ വേണ്ട. പിന്നീട് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഇവർ വലിയ സമസ്ത എതിർത്തതായ ചില തെരീഖത്തുകൾ, ആ തെരീഖത്തുകളിലൊക്കെ വിട്ടുപോയ ആളുകളായിരുന്നു എന്ന് മനസ്സിലായി. അപ്പോൾ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്. അങ്ങനത്തെ ചില സംഭവങ്ങൾ നമ്മൾ പറയാറുമുണ്ട്. ഒരു അബ്ദുൾ റസാഖിനെ പുറത്താക്കിയൊരു സംഭവം, ഇതൊക്കെ തന്നെ നേരെ നോക്കിയിട്ട് പറയാണ്, ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് പറയാണ് നിൻ്റെ ഹൃദയത്തിൽ ഈമാനില്ല എന്നൊക്കെ. ഇത് നമ്മളൊക്കെ അനുഭവസ്ഥരാണ് ആ സംഭവങ്ങൾക്ക്. അപ്പോൾ മഹാനവറുകൾ ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ പണ്ഡിതൻ. യഥാർത്ഥ പണ്ഡിതന്മാർക്ക് ഈ അവസ്ഥ ഉണ്ടാവുകയുള്ളൂ. യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കന്മാരിൽ നിന്നും വിലായത്തിനെ പൂർണ്ണമായും കൊണ്ടിട്ട് അതിനെ കൈവശപ്പെടുത്താൻ പറ്റണം. അവനാണ് യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറഞ്ഞത്. അമ്പിയാക്കന്മാരുടെ ഇർഫാവുന്ന ഇൽമ്, ആ ഇൽമ് കരസ്ഥമാകണമെന്നുണ്ടെങ്കിൽ അത് അമ്പിയാക്കന്മാരുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം. ആ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ അമ്പിയാക്കന്മാരിൽ നിന്ന് നുബുവത്തിനെ കൈവശപ്പെടുത്തുക എന്നുള്ളതല്ല. നുബുവത്തിനെ ഒരാൾക്കും കൈവശപ്പെടുത്താൻ പറ്റില്ല, അത് സാധ്യമല്ല. അപ്പോൾ നുബുവത്തിനല്ല കൈവശപ്പെടുത്തുന്നത്, അമ്പിയാക്കന്മാരിൽ നിന്ന് നുബുവത്തിൻ്റെ ഭാഗത്തിന് വിലായത്താണെന്ന് മഹാനാവുന്ന ഷെയ്ഖുന എപ്പോഴും പറയലുണ്ട്. അത് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നുള്ളത് എനിക്കത് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നീട് അങ്ങനെ മൂപ്പര് പറഞ്ഞ പലതിൻ്റെ അർത്ഥം പിന്നീടാണ് നമുക്ക് മനസ്സിലായത്. ഞാൻ മൂപ്പരോട് പല സംഗതികളെ പറ്റി ചോദിക്കുമ്പോൾ മൂപ്പര് പറയുന്ന ചില വാക്കുകൾ അതിൻ്റെ അർത്ഥങ്ങളൊന്നും അന്ന് മനസ്സിലാവാറില്ല, പിന്നീടാണ് അത് മനസ്സിലാവുന്നത്. അപ്പോൾ നുബുവത്തിൻ്റെ ഭാഗത്തിന് വിലായത്താണെന്ന് എപ്പോഴും എന്താ ഈ നുബുവത്തിൻ്റെ ഭാഗത്തിന് വിലായത്താന്ന് പറഞ്ഞു. പിന്നീടാണ് മനസ്സിലായത് അമ്പിയാക്കന്മാരിൽ നിന്നും, ഇത് മൂപ്പര വിശദീകരണമല്ല ഞാൻ പറയണം, ഇനി പറയാൻ പോണത്, അമ്പിയാക്കന്മാരിൽ നിന്നും നുബുവത്തിനെ ഒരിക്കലും ഒരാൾക്കും അതിനെ ഇർഫായിക്കൊണ്ട് സമ്പാദിക്കാൻ സാധ്യമല്ല. കാരണം നുബുവത്ത് എന്നുള്ളത് ഒരു നബീൻ്റെ ഒപ്പം കൂടിയതുകൊണ്ട് ഒരാൾക്ക് നുബുവത്ത് കിട്ടൂല, കുറേ കാലം അധ്വാനിച്ചുകൊണ്ട് നുബുവത്ത് കിട്ടൂല. നുബുവത്ത് എന്നുള്ളത് ഒരു വഹബിയ്യത്താവുന്ന ഒരു കാര്യമാണ്. അത് ഹിബത്തും റബ്ബാനിയത്തും യഹബുഹാലിമൻ യശാഉ മിൻ ഇബാദിഹീന. അപ്പോൾ അതൊരു വഹബിയ്യത്താവുന്നൊരു സംഭവമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അസലിൽ തന്നെ നുബുവത്തിന് പറ്റുന്നതായ വ്യക്തിത്വങ്ങൾ അള്ളാഹു തിരഞ്ഞെടുത്തിട്ടുണ്ടാവും. ഈ ദീൻ്റെ നിലനിൽപ്പ് അമ്പിയാക്കന്മാരെ ഇസ്മത്തിനെ ഇസ്ബാത്ത് ചെയ്യുന്നതിൻ്റെ മേലിലാണെന്ന് ഷെയ്ഖുന എപ്പോഴും പറയലുണ്ട്. അതുകൊണ്ടാണ് മൂപ്പര പ്രസംഗത്തിൽ അധികം നമ്മൾ അങ്ങനത്തെ ചില സംഭവങ്ങൾ പ്രത്യേകം പറയും അമ്പിയാക്കന്മാരുടെ ഇസ്മത്തിനെ സംബന്ധിച്ച്. അതാണ് അടിസ്ഥാനം. അമ്പിയാക്കന്മാരുടെ ഇസ്മത്തിനെ സുബൂത്താക്കുക. അമ്പിയാക്കന്മാർ പാപ സുരക്ഷിതരാണ്. അതിന് ഉപത്തിന് മുമ്പും പാപം ഉണ്ടാവാൻ പാടില്ലാതെ മറന്നുകൊണ്ടുണ്ടാവാൻ പാടില്ലാതെ മഹാനാവുന്ന ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞ ആ താരീഫ്, അതിൻ്റെ നിർവചനം അതെടുത്ത് പറയുക മാത്രമല്ല, ആ സ്ഥലങ്ങളിൽ പ്രത്യേകമായിട്ട് മുത്തൽ വരെയുണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസ. ഈ ദീൻ്റെ ഷിആറുകളോടുള്ള ആദരവ് അത്ര ശക്തമായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക്. അതുകൊണ്ടാണ് ആ സ്ഥലം എടുത്ത് മുത്തുന്നതൊക്കെ. ഇതൊരു കാട്ടിക്കൂട്ടലല്ല മൂപ്പര് ചെയ്യണത്. നമ്മൾ കാട്ടിക്കൂട്ടുന്ന വഴിക്ക് നമ്മൾ ചിലപ്പോൾ ചില ആളുകളെ ഒന്നും ചിലത് മുത്തിന്ന് വരും, ചില പലതും അഭിനയിച്ചെന്ന് വരും. മനസ്സിലായില്ലേ? നമ്മൾ മാല ഇപ്പം ഞാനൊക്കെ മാല കൊണ്ട് കിടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു നമ്മളെന്തോ ഒരു അതേമാതിരിയല്ല ബഹുമാനപ്പെട്ട ഒരു മാല കൊണ്ട് കിടക്കണതൊക്കെ ദിക്ർ എല്ലാം വേണ്ടി തന്നെയാണ്.
വക്കാന യദ്കുറുല്ലാഹ ഫീ കുല്ലി ഹീൻ എന്നല്ലേ, എല്ലാ സമയത്തും ദാക്കിറായിരുന്നു ബഹുമാനപ്പെട്ടവർ. ദിക്ർ എല്ലാം പറ്റണം, എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ദിക്ർ ചെല്ലും. അത് മൂപ്പരുടെ സ്വഭാവം റസൂലുള്ളാഹിക്കുള്ളൊരു അവസ്ഥയായിരുന്നു. വക്കാന യദ്കുറുല്ലാഹ ഫീ കുല്ലി ഹീൻ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരുടെ ഹൃദയത്തിലെ മഹാനാവുന്ന റിഫായി ശൈഖ് തങ്ങൾ പറഞ്ഞതുപോലെ അൽ ഖുലൂബു നൗആനി, ഹൃദയം രണ്ട് ജാതിയാണ്. ഖൽബുൻ ലൻ യൂലദ് വലം യഅ്രി ലഹു അൻ യൂലദ ബൽ യസീറു ജനീനൻ ഫീ ബത്നി ശഹവാതി വൽ ഗയ്യി വൽ ളലാൽ. ചില ഹൃദയങ്ങൾ എന്ന് പറഞ്ഞാൽ അതിനെ പ്രസവിക്കപ്പെട്ടിട്ടില്ല, അടുത്തതിനെ പ്രസവിക്കപ്പെടുകയും അത് പ്രസവിക്കപ്പെടാതെ പിന്നെ ഫീ ബത്നി ഷഹവാത്തി വൽ ഗയ്യി വൽ ളലാൽ, തമ്മാടിത്തരം, ദുർമാർഗം, തടിൻ്റെ ഇച്ഛകൾ എന്നൊക്കെ പറയുന്ന വൃത്തികേടുകളാവുന്ന വയറിൻ്റെ ഉള്ളിൽ അത് ചാപ്പിള്ളയായി നിൽക്കും. ഇതാണ് നമ്മൾക്കൊക്കെ ഉള്ള ഹൃദയം. നമുക്കൊരു ഹൃദയമുണ്ട്, നമ്മളെ ഹൃദയം കൊണ്ടുള്ള ഗുണങ്ങൾ കാണുന്നില്ല. എന്താ കാരണം? അത് തമ്മാടിത്തരത്തിൻ്റെയും ദുർമാർഗത്തിൻ്റെയും തടിൻ്റെ ഇച്ഛകളുടെ ഒക്കെ ഉള്ളിൽ ഒരു ചാപ്പിള്ളയായി നിൽക്കുകയാണ് നമ്മളെ ഹൃദയം. മറ്റു ചില ഹൃദയം അങ്ങനെയല്ല. വഖൽബുൻ ഉലിദ വഖറജ ഇലാ ഫളാഇ തൗഹീദ് വഅല്ലഖ ഫീ സമാഇൽ മഅരിഫ, അറിവിൻ്റെ ആകാശങ്ങളെ കീഴടക്കി തൗഹീദിൻ്റെ ആ വിശുദ്ധമാവുന്ന പ്രപഞ്ചത്തിലേക്ക് ഇറങ്ങി വന്നു. തൗഹീദ് എന്താണെന്ന് മനസ്സിലാക്കി. ആ ഹൃദയത്തിന് പൂർണ്ണമായിട്ട് വിശുദ്ധമായിരിക്കും ആ ഹൃദയം. ഈമാൻ്റെ പ്രകാശം വളരാൻ പറ്റിയതായ സൗകര്യങ്ങൾ ആ ഹൃദയത്തിലുണ്ടാവും. ഈമാനെ വളർത്തിയെടുക്കും ആ ഹൃദയത്തിൽ. ആ ഈമാനാവുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്തുള്ളതായ സർവസ്വവും കാണാനും കേൾക്കാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും ഒക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് ആ ഹൃദയത്തിൻ്റെ ഉടമ എത്തും. അതാണ് മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമക്കുള്ളതായ ഹൃദയം. ആ ഒരു ഹൃദയമായതുകൊണ്ടാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരുടെ ഖുലൂബുകൾ, ആ ഖുലൂബുകൾക്കുള്ളതായ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ ഖുലൂബുകളിൽ വിശുദ്ധമാവുന്ന ഈമാൻ അമ്പിയാക്കന്മാരെ ഖുലൂബ് പോലെ തന്നെ ഈമാൻ വളർന്നു പന്തലിക്കാൻ പറ്റുന്നതായ ഒരു പൂർണ്ണ അതിനുള്ള ഒരു സംവിധാനമായിരിക്കും അവരുടെ ഹൃദയത്തിലുണ്ടാവുന്നത്. ഈമാൻ വളർന്ന് പന്തലിച്ചു കഴിഞ്ഞാലോ ആ ഈമാനിൻ്റെ ആ പ്രകാശം കൊണ്ടായിരിക്കും അവർ ഈ ലോകത്തുള്ള സർവസ്വം അവർ കൈകാര്യം ചെയ്യുന്നത്. ഇതായിരുന്നു കിതാബിൻ്റെ ഏത് ഇബാറത്തുകൾ നോക്കുമ്പോഴും പല സ്ഥലത്തും മൂപ്പര് പറയലുണ്ട്. ഇന്ന് എന്നോട് ചില സമയത്തൊക്കെ പറഞ്ഞു, ഇന്ന് ബുഖാരി ഓതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഹദീസ് ഇങ്ങനെ അതിനെപ്പറ്റി ചില സംശയങ്ങൾ വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങളോട് ഞാൻ അതിനെപ്പറ്റി ചർച്ച ചെയ്യുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ ഒരവസരത്തിൽ തന്തിദാറുസ്സലാം അറബി കോളേജിൽ നിന്ന് ശിവരാൻ റൂമിലേക്ക് കയറി വന്നപ്പോൾ മൂപ്പർ ഇങ്ങനെ തല കീപ്പിട്ട് കത്തിയിരിക്കലുണ്ട്. അപ്പോൾ കുറേ സമയത്തിനൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ വന്നത് മൂപ്പർ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഞാൻ അവിടുന്ന് ചെറിയ നിലക്കൊന്ന് ശബ്ദിച്ചു. അപ്പോൾ ആരാന്ന് ചോദിച്ചപ്പോൾ ഞാനാണ് അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ ഒരു ആലോചനയിലിരുന്ന് ഇന്ന് ഓതി കൊടുക്കാനുള്ള സ്ഥലത്ത് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. ഞാൻ ആ സംശയം മഹാനാവുന്ന ഇമാം ബുഖാരി തങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നു. അപ്പം അന്ന് എനിക്ക് എത്ര മാത്രമായിട്ട് ഗൗരവം മനസ്സിലായില്ല. പിന്നീടാണ് ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക, ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരാവുന്ന അയിമ്മത്ത് രേഖപ്പെടുത്തിയതെന്താ? ഒരു മനുഷ്യൻ അവൻ്റെ ഹൃദയത്തിന് വിശുദ്ധമാക്കി വഅഖ്ബല ഇലല്ലാഹി ബിൽ കുല്ലിയ, അവൻ സർവസ്വവും അല്ലാഹുവിലേക്ക് അർപ്പിക്കുകയും ചെയ്താൽ, അങ്ങനത്തെ ഒരു മനുഷ്യനായി തീർന്നാൽ, ഹൃദയം വിശുദ്ധമായി തീർന്നാൽ, ഭൗതികമാവുന്നതായ സർവ്വ ഇച്ഛകളിൽ നിന്നിട്ട് അവൻ എന്തായി വിട്ടു നിന്നു. ഇതല്ലേ ശിവനാക്കുള്ളത്? ഭൗതികമാവുന്ന ഒരു ഇച്ഛയും മൂപ്പർക്കില്ലായിരുന്നു. പക്ഷേ നമ്മളെ മുന്നിൽ അങ്ങനെ കാണിക്കുന്നതായ ഒരു സ്വഭാവമുണ്ട്. മൂപ്പർക്ക് അത് ആഗ്രഹമാണ്, ഇത് ആഗ്രഹമാണെന്നൊക്കെ. ഇത് നമ്മൾ മൂപ്പരെ പറ്റി അങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് മൂപ്പര് പല സമയത്തും എന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. എനിക്കിതൊന്നും ആഗ്രഹം ഉണ്ടായിട്ടില്ല, കാണുന്നവരൊക്കെ അങ്ങനെ മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ളത്. മൂപ്പര് ഒരു ഇതിനൊക്കെ ഒരു താല്പര്യമുള്ള ആളാണെന്നുള്ളത്, താല്പര്യക്കാരാണെന്നും എല്ലാവരും പഠിച്ചതായിക്കോട്ടെ. അതിനുവേണ്ടി നമ്മളോടൊക്കെ പറയും അതെന്താ അങ്ങനത്തെ, അതെന്താ സാധനം, അതിനെന്താ വില, അത് ഇപ്പം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകുന്ന വെച്ചാൽ ആവശ്യമുണ്ടെന്ന് പറയും. നമ്മൾ വിചാരിച്ച് വലിയ സന്തോഷം കൊണ്ടേ കൊടുക്കും. മൂപ്പര് അത് ഉപയോഗിക്കൂല. എന്നോട് ഒരിക്കൽ എൻ്റെ കായൽമ ചെരുപ്പ് കണ്ടപ്പോൾ എന്നോട് ഇത് നല്ല ചെരുപ്പുള്ളത് കൊടുത്തേന്ന്. ഞാൻ പറഞ്ഞത് ചമ്മാണെന്ന് ഞാൻ തുന്നിച്ചതാണ് തന്നെ. ഷെവിനാക്ക് ആ ചെരുപ്പ് എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഞാൻ വലിയ ഇതിൽ അവനോട് പറഞ്ഞു, ഇങ്ങനെ ചെരുപ്പത്തിൻ്റെ ഒരു അച്യുതൻ്റെ ഇവിടെ അവനോട് പറഞ്ഞു ചെരുപ്പൊക്കെ നല്ല ചെരുപ്പാണ്, ഇന്ന ആൾക്കാണെന്നൊക്കെ പറഞ്ഞ് അവൻ ചെരുപ്പൊക്കെ കൊടുത്തപ്പോൾ മൂപ്പര് അന്ന് ചെരുപ്പിട്ട് പിറ്റേന്ന് മൂപ്പര് ആ ചെരുപ്പ് ഇട്ടിട്ടില്ല. അപ്പോൾ ഞാൻ കുറേ കഴിഞ്ഞ് ചോദിച്ചു, ഞങ്ങൾക്ക് ഈ ചെരുപ്പൊക്കെ പൂതിയാണെന്ന് പറഞ്ഞു. ഞാൻ ആ ചെരുപ്പ് എന്നോട് എനിക്ക് പൂതിയിട്ടായിട്ടൊന്നല്ല, ഞങ്ങളെന്താ ചെയ്തു നോക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയാണ് മൂപ്പര് ആ ചെരുപ്പൊന്നും അങ്ങനെ അതിനൊന്നും മൂപ്പർക്ക് താല്പര്യമില്ല. എങ്ങനത്തെ വസ്ത്രം ധരിച്ചു. അപ്പോൾ അത് മൂപ്പര് ഭൗതികമാവുന്നതായ ഒരു ഇച്ഛയും മൂപ്പർക്കില്ലായിരുന്നു. അതിന് തൊട്ടൊക്കെ പൂർണ്ണമായിട്ട് മൂപ്പര് ശുദ്ധല്ല. അങ്ങനെ ഒരു മനുഷ്യനായി തീർന്നാൽ റഅൽ മലായിക്കത്താണ്, മലായിക്കത്തിനെ കാണാൻ കഴിയും. റഅൽ അംബിയ, അംബിയാക്കന്മാരെ കാണാൻ കഴിയും.
സാലിഹ്യങ്ങളാവുന്ന മരിച്ചുപോയ ആളുകളൊക്കെ കാണാൻ കഴിയുന്നു. വയസ്മഴു കലാമഹും, അവരെ കലാമിനെ കേൾക്കും, അവരെ സംസാരം കേൾക്കുന്ന. വയുക്കല്ലിമോനഹു, അവർ ഇയാളോട് സംസാരിക്കും. വയുക്കല്ലിമോഹും, ഇയാൾക്ക് അയാളോട് സംസാരിക്കാൻ കഴിയും. ഈ ഒരു അവസ്ഥ അന്നാണ് എനിക്ക് ഈ ആയത്തിൻ്റെ തഫ്സീർ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ അവർ ഇമാം ബുഖാരി തങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെയൊക്കെ അത് കഴിയും മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക്. ബഹുമാനപ്പെട്ടവർ മരിച്ചപ്പോൾ മഹാനാവുന്ന തിരുപ്പതി ഉസ്താദ് ഒരു വർത്തമാനം പറഞ്ഞു. അത് അത് ഞാനിപ്പോൾ അത് ഇവിടെ പറയണില്ല. അപ്പോൾ എനിക്കും തന്നെ അത് സംശയം. ഞാൻ വളർന്നസാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടത്. പിന്നെ 2 ദിവസം കഴിഞ്ഞ് ഞാൻ നന്ദിന്ന് പോകുമ്പോൾ എൻ്റെ വണ്ടിയിൽ അബൂ സഊദ് തഫ്സീർ തോന്നുന്നുണ്ട്. എനിക്ക് തോന്നി ആ തഫ്സീർ ഒന്ന് തുറന്ന് ചില സ്ഥലം നോക്കണം. ഞാൻ മറച്ച സ്ഥലത്തേക്ക് ഞാൻ നോക്കുമ്പോൾ തിരുപ്പതി ഉസ്താദ് പറഞ്ഞ ആ സംഭവം, ശൈഖുനാനെ പറ്റി പറഞ്ഞ സംഭവം, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ പെട്ട വലിയൊരു മഹാനിക്ക് ആ ഒരു സംഭവം മരണശേഷം ഉണ്ടായിട്ടുണ്ട്. അത് അതിൽ രേഖപ്പെടുത്തപ്പെടുത്തിട്ടുണ്ട്. ഞാൻ ആ സംഭവം പറയില്ല. സംഭവം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയൂല. അത് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്നല്ല, ഇവിടെ പല കള്ളന്മാരും മറ്റേ ഫേസ്ബുക്കിലും മറ്റിലൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ പരിഹസിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ഞാൻ ആ സംഭവം പറഞ്ഞില്ല. ഞാനത് പലരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിങ്ങനെ ആലോചിച്ചെങ്ങനെ ഇപ്പോൾ തിരുപ്പതി ഉസ്താദ് ഇങ്ങനെ പറയാം ശൈഖുനാനെ പറ്റി അതൊക്കെ. അപ്പം എനിക്കന്ന് അത്രമാത്രം അത് മനസ്സിലാക്കാൻ മാത്രം ഞാൻ ഇല്ലായിരുന്നു. അതായിരിക്കും. പിന്നീട് ഞാൻ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം തിരുപ്പതി ഉസ്താദ് അത് പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്ദിന്ന് പോവുകയാണ്. അപ്പം എൻ്റെ വണ്ടിയിൽ തഫ്സീർ അബൂ സഊദുണ്ട്. അതിൽ ഞാൻ വെറുതെ മറച്ചതാണ്. ഞാനിങ്ങനെ വണ്ടി പോകുമ്പോൾ കിതാബ് നോക്കണ പതിവൊന്നും എനിക്കില്ല. എനിക്ക് തോന്നി അബൂ സഊദ് ഞാൻ ഒന്ന് മറച്ചു നോക്കി. മറിച്ച് നോക്കുമ്പോൾ ഞാൻ കണ്ട സ്ഥലത്തേക്ക് കാണുന്നത് അറിയോ, ഈ പറഞ്ഞത് പോലത്തൊരു സംഭവം മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട ഒരാൾക്ക് മരണശേഷം ഉണ്ടായത് അവരോട് ബന്ധപ്പെട്ട ആളുകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവർ ഉദ്ധരിച്ചതായ ചില ഉദ്ധരണികളാണ് കാണാൻ കഴിഞ്ഞത്. അപ്പം അങ്ങനത്തെ വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുമായ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്. അവർ നേതൃത്വം നൽകിയ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അത് അവരെ പോലത്തെ മഹാന്മാരാവുന്ന ഇവിടെ മറവിട്ടെടുക്കുന്ന വരക്കൽ മഹാനാവുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഅലി മുല്ലക്കോയ തങ്ങൾ കുറഞ്ഞ കാലമാണെങ്കിലും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിദ്ധാനം വഹിച്ച വലിയ മഹാനാണ്. ശൈഖുന മൂപ്പരെ പറ്റി പറഞ്ഞത് കുത്തുബീങ്ങളിൽപ്പെട്ട വലിയ, ശൈഖുനാന്റെ മുന്നിൽ വെച്ചിട്ടേ ഞാൻ പറയുന്നത്, കുത്തുബീങ്ങളിൽപ്പെട്ട വലിയ മഹാനാണ് തങ്ങൾ എന്നാ പറയല്. കുത്തുബീങ്ങളിൽപ്പെട്ട ഏത് വകുപ്പിൽപ്പെട്ട ആളാന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് മൂപ്പര് പറയും. അത് കുത്തുബീങ്ങൾ പല നിലക്കുണ്ട്. കുത്തുബുൽ അക്താബ് ഉണ്ടാവും, കുത്തുബുൽ ഖറിയ ഉണ്ടാവും, അങ്ങനെ കുത്തുബുൽ സമാൻ ഉണ്ടാവും. അത് ഏതാന്ന് ഞാൻ പറഞ്ഞില്ല. കുത്തുബീങ്ങളിൽപ്പെട്ട മഹാനായിരുന്നു. ആ മഹാനാണ് ഈ സംഘടന ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അവർ സ്ഥാപിച്ചു. അന്ന് ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന വലിയ വലിയ പണ്ഡിതന്മാർ, പങ്ങൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, പറവണ്ണ മൊയ്തീൻകുട്ടി മുസ്ലിയാർ തുടങ്ങി അന്ന് ജീവിച്ചിരുന്ന വലിയ വലിയ മഹാന്മാർ, അവരെല്ലാവരും പല പ്രാവശ്യം ആലോചിച്ചു, ഇസ്തിഖാറത്ത് ചെയ്ത് അതിൻ്റെ ശേഷം സ്ഥാപിച്ച സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അതിന് ചെറുതാക്കാരും ശ്രമിക്കണ്ട. ആ സംഘടന അതിൻ്റെ പ്രൗഢിയോടുകൂടി അതിൻ്റെ 100-ാം വാർഷികത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സംഘടനക്കൊരു ബർക്കത്തുണ്ട്. ഇതിന് പിന്നിൽ നിന്നുകൊണ്ട് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ നയിക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസമാണ് നമ്മൾക്കുള്ളത്. അത് പൂർണ്ണമായിട്ടും ആ വിശ്വാസം ശരിയാണ്. ഇത് നമ്മളെ വിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനം കൂടിയാണ്. സുന്നത്ത് ജമാഅത്തിൻ്റെ ആളുകൾക്ക്, അവർക്ക് സുന്നിയാവുന്ന ആളുകൾക്ക് നമുക്കൊരു അഖീദ ഉണ്ടെങ്കിൽ നമ്മളെ അഖീദൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയിൽപ്പെട്ട ഒന്ന് തന്നെയാണ് മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാ, അള്ളാഹുവിൻ്റെ ഔലിയാവൊക്കെ. അവരെ മരണശേഷവും അവർ ഇവിടെ നേതൃത്വം നൽകുന്നു. മാത്രമല്ല, അവർ നേതൃത്വം നൽകിയതായ സംഘടനകളുണ്ടെങ്കിൽ ആ സംഘടനകൾക്കൊക്കെ അവർ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പലയിടത്തും പ്രസംഗിച്ചപ്പോൾ പല മൗലവിമാരെ നേതൃത്വം. പിന്നീട് എന്നോട് നമ്മളെ ഇഷമായി പെട്ട് വളരെ അത് ചർല സലീം ദാരിമേരിക്ക പറഞ്ഞു, ഉസ്താദ് ആ പറയുന്നത് ഈ ഒരു ഇബാറത്ത് ഞാൻ കണ്ടിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇബാറത്ത് കണ്ടിട്ടൊന്നും പറഞ്ഞതല്ല, എനിക്ക് നമ്മളൊരു അടിസ്ഥാനമുണ്ട്, നമ്മൾ മനസ്സിലാക്കിയ ചില ഉസൂലുകൾ, ആ ഉസൂലിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതാണെന്ന്. പക്ഷെ അതേപോലെ മഹാന്മാർ ബന്ധപ്പെട്ടതായ സ്ഥാപനങ്ങൾ, ആ സംഘടനകളൊക്കെ അവരതിൻ്റെ പിന്നിൽ അതിനെ നയിച്ചുകൊണ്ട് അതിനേക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിനെ സംരക്ഷിച്ചുകൊണ്ടു പോരും. അങ്ങനത്തെ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ മറ്റുള്ള ഉപസംഘടനകളൊക്കെ, അതിൻ്റെ പോഷക സംഘടനകളൊക്കെ. അതിൻ്റെ 100-ാം വാർഷികം 26-ാം കൊല്ലം, അത് ഈ അടുത്ത് വരുന്ന 26-ാം തീയതിയൊക്കെ നിശ്ചയിക്കപ്പെട്ടിട്ട്, സ്ഥലം നിശ്ചയിക്കപ്പെട്ടിട്ടില്ല. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അത് വിജയിപ്പിക്കാനും
അതിന് വേണ്ട സഹായങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി എല്ലാവരും തയ്യാറാവണമെന്ന് ഈ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് പ്രത്യേകം ഉണർത്തിക്കൊണ്ട് മഹാനാവുന്ന ശൈഖുനാ ശംസുലുമായ ഖുദ്ദസുല്ലാഹു സിർറുൽ അസീസ് അവരെ സംബന്ധിച്ച് പല സംഭവങ്ങളുണ്ട്, അത്ഭുതകരമായ പല സംഭവങ്ങളും. പലതും എനിക്ക് പറയാൻ കഴിയും. ഞാൻ പൊതുവെ എനിക്കൊരു അടിസ്ഥാനമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഞാനൊരു അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. ഒരു മഹാൻ വലിയ നമ്മൾ വിലയിരുത്തേണ്ടത് അദ്ദേഹത്തിൻ്റെ കറാമത്ത് കൊണ്ടല്ല, അദ്ദേഹം ശരിയായ ഇസ്തിഖാമത്തിന് മേലിലാണോ അല്ലേന്ന്. അതാണ് ശൈഖുന ശരിയായ ഇസ്തിഖാമത്തിന് മേലുള്ള വലിയ മഹാനായിരുന്നു. ഇസ്തിഖാമത്തിന് മേൽ നിന്ന് പോരുമ്പോൾ കറാമത്തുകൾ അതിലോട് താബിയായി വരുന്നതായ ചില കാര്യങ്ങളാണ്. അപ്പോൾ കറാമത്ത് അങ്ങനെ ഉണ്ടല്ലോ, അവിടെ ആ കറാമത്ത് ഈ കറാമത്ത്, അങ്ങനെ ഒരു സ്വലാത്ത് തുടങ്ങിയ കറാമത്ത് പറയും ഇപ്പോൾ പലരും. സ്വലാത്തിൻ്റെ കറാമത്തല്ല വരേണ്ടത്, ഓൻ്റെ കറാമത്താണ് സ്വലാത്ത് തുടങ്ങിയവൻ്റെ കറാമത്ത്. അല്ലെങ്കിൽ വല്ല ദിക്ർ തുടങ്ങിയാൽ അവിടുത്തെ കറാമത്ത്. ഇങ്ങനെ ആരെങ്കിലും ഒരു ചികിത്സയിട്ട് ഇരുന്നിക്കാണെങ്കിൽ ആ ചികിത്സക്കാരുടെ കറാമത്ത് പറയും. ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ടല്ല നമ്മൾ ഒരു മഹാനെ വിലയിരുത്തേണ്ടത്. മഹാന്മാരെ വിലയിരുത്തേണ്ടത് അവർ ശരിയായ തെരീഖത്തിൻ്റെ സ്വഭാവത്തിലാണോ അവരുള്ളത് എന്നുള്ളതാണ്. അതല്ലാത്ത ചില മഹാന്മാരുണ്ടാവും, ഖൗമുൻ ബഹാരിയിൽ എന്ന് പറഞ്ഞില്ലേ, അവരെ നമുക്ക് പിൻപെടാൻ പറ്റും. ഫലായസിയു ഇത്തിബാഉ, അവരോട് പിൻപറ്റാൻ പറ്റില്ല. അവർ വലിയ ആളുകളായിരിക്കും. ചില മഹാന്മാരുണ്ടാവും, മജ്ദൂബികളാവുന്ന ചില ആളുകളുണ്ടാവും. ഈ അല്ലാഹുവിൻ്റെ വഹദാനിയത്തിനെ പറ്റി ആലോചിച്ച് ആ ബിഹാറിൽ മുങ്ങിപ്പോകുമ്പോൾ അവർക്ക് തക്ലീഫ് അവർക്ക് ബാധകാവൂല. അവർ ഈ തക്ലീഫിൻ്റെ ലോകത്ത് നിന്ന് അകന്നുകൊണ്ട് ജീവിക്കുന്ന ചില ആളുകളുണ്ടാവും. അവർ വലിയ ആളുകളാണ്, അവരോട് നമുക്ക് ദ്വാരിപ്പിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ശൈഖുന അങ്ങനത്തെ പല മഹാന്മാരോടും ദ്വാരിപ്പിച്ചു. കണ്ടാൽ ഒന്നിനും പറ്റാത്ത ആളുകളാണെങ്കിലും നമ്മളെ ദൃഷ്ടിയിൽ. ശൈഖുന അവരൊക്കെ ഇത്തിബാർ ചെയ്യുന്ന വലിയ മനുഷ്യനെന്ന് അവർക്കറിയാം ഇത് എങ്ങനെ ഇത് കൊള്ളാവുന്നവനാണോ അല്ല എന്നുള്ളതൊക്കെ. അത് മനസ്സിലാക്കാനുള്ളതായ ഒരു അവസ്ഥ, ഒരു പ്രത്യേക ഒരു അതിനുള്ളതായ ഒരു ഖുവ്വത്ത് മഹാനാവുന്ന ശൈഖുനാ ശംസുലുൽമക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഖൽബുൻ ഉലിദ വഖറജ ഇലാ ഫളാഇ തൗഹീദ് വഅല്ലഖ ഫീ സമാഇൽ മഅരിഫ. അങ്ങനത്തെ ഹൃദയങ്ങൾക്ക് അതിലൊക്കെ കഴിയും. അപ്പോൾ അതുകൊണ്ടിട്ട് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുലുൽമ. അതോടുകൂടി ഒരു യഥാർത്ഥ ആലിമ് ആരാണോ ആ ആലിമിനുണ്ടാവേണ്ട സ്വഭാവ ഗുണങ്ങൾ മുഴുവനും, അതായത് ഇസ്തിഖാമത്തിൻ്റെ മേൽ നിന്ന് പോരാന്ന്, അത് മഹാനവറുകൾക്കുണ്ടായിരുന്നു. അവർ ഒരുപാട് കാലം നേതൃത്വം നൽകിയ ഒരു വലിയ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത്. അവരുടെ ആ നേതൃത്വ കാലഘട്ടത്തിലാണ് ഇവിടെ ഒരുപാട് പ്രതിസന്ധികൾ. ഇപ്പോൾ അഷ്റഫ് വിവരിച്ചതുപോലെ ക്രിസ്ത്യാനികളായിട്ടുള്ളതായ ഒരു മുനാദറ, മുജാഹിദീങ്ങളായിട്ട് പല സ്ഥലത്തു നിന്നുള്ളതായ മുജാഹിദീർ ഖണ്ഡന പ്രസംഗം, മുജാഹിദ് മൗദൂദി, ഖാദിയാനിസം, ഇതൊക്കെ ഞാൻ അവർ മൂപ്പരൻ്റെ പറഞ്ഞത്. ഞാൻ പിന്നെ പഴങ്ങാടി ദർസ് നടത്തിയതിൻ്റെ കാര്യത്തിൽ അവിടുന്ന് പോരാൻ കാരണം ഖാദിയാനിസിനെ പറ്റിയൊരു പുസ്തകം എഴുതിയിടാം. അത് അവിടെ പ്രസിദ്ധീകരിച്ചു വേണ്ടി വന്നപ്പോൾ ചില തകരാറുകളൊക്കെ ഉണ്ടായിപ്പോയി. അവരതിന് ചില ആളുകൾ സമ്മതിച്ചില്ല. അവരെ പല കുടുംബങ്ങളും ഖാദിയാനികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതാണ് ഞാൻ അവിടുന്ന് വിടാൻ കാരണം എന്ന് പറയുന്നുണ്ട്. പുതിയ പഴങ്ങാടി കുറച്ച് കാലം മുമ്പ് കുറഞ്ഞ കാലം അവിടെ ദർസ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തോ ആവട്ടെ, അപ്പോൾ ബഹുമാനപ്പെട്ടവർ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. അതോടുകൂടെ യഥാർത്ഥ പണ്ഡിതൻ ആരാന്ന് ചോദിച്ചാൽ അത് അല്ലാഹുവിൻ്റെ ഒലിയായിരിക്കും. അതാണ് യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറയുന്നത്. അപ്പം നമ്മളൊക്കെ അതിൻ്റെ ഒരു കീടങ്ങളാണ് നമ്മളൊക്കെ. ശൈഖുന പറയലുണ്ടല്ലോ, യഥാർത്ഥ നമ്മളൊക്കെ പണ്ഡിതന്മാരല്ല, നമ്മളൊക്കെ വിവരമുള്ള ജാഹിലികൾ എന്നാണ് മൂപ്പര് പറയും. ഒരു തെബീസുള്ള വിവരമുള്ള എന്നല്ല, തെബീസുള്ള ജാഹിലിതാണ് മൂപ്പരെ പറയുന്നത്. അപ്പം ആരാ ഈ പറയണത്? ആലിമുൽ ആലം എന്ന് മഹാൻ ഗൾഫ് നാട്ടിലുള്ള വിദേശത്തുള്ളതായ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ച വലിയ മഹാനാണ് ശൈഖുനാ ശംസുലുൽമ. അപ്പം അങ്ങനത്തെ അവരുടെ ആ നിലപാടുകളും അവർക്കുള്ളതായ അവർ സ്ഥാപിച്ച സംഘടനയും അതിനൊക്കെ ശക്തിപ്പെടുത്തുകയും അതിൻ്റെ 100ാം വാർഷികത്തിന് വേണ്ടി പ്രവർത്തിക്കാരെല്ലാവരും സന്നദ്ധരാകുകയും ചെയ്യണമെന്ന് എല്ലാവരോടും ഉണർത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഉറൂസിന് അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ഈ ഉറൂസിൽ ഒരുപാട് ആളുകൾ ദുആ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടാവും. അവർക്കൊക്കെ വേണ്ടി അവസാനത്തെ ദിവസം ഇവിടുന്ന് ദുആ നടത്തപ്പെടും. ഇനി വരുന്ന ദിവസങ്ങളിൽ മഹാന്മാരാവുന്ന പല സാദാത്തുക്കളും പണ്ഡിതന്മാരൊക്കെ പല പ്രഭാഷണങ്ങളും മറ്റുമൊക്കെ ഇവിടെ നടത്തപ്പെടും. അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ച് വന്നിരുന്ന് മഹാനാവുന്ന ശൈഖുനാനെ സംബന്ധിച്ച് വേണ്ടതുപോലെ എങ്ങനെ യഥാർത്ഥത്തിലുള്ളത് അതുപോണം ശൈഖുനാനെ പറ്റി പഠിച്ചു കൊണ്ടിട്ട് ശൈഖുനാനിലേക്ക് ഇല്ലാത്തതൊന്നും കൂട്ടി പറയേണ്ട ആരും പിന്നെ മരണപ്പെട്ടിൻ്റെ ശേഷം എല്ലാവരും ഇപ്പോൾ ശൈഖുനാൻ്റെ സ്വന്തം ആളുകൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും. ഒക്കുല്ലു യദ്ദഈ വസ്ലം ബിലൈല വലൈല ലാ തുഖിറുലഹും ബിദാക്കാന്ന് കവി പറഞ്ഞില്ലേ. എല്ലാവരും പറയും ഞാൻ ലൈലനോട് സ്നേഹമുള്ള ആളാണ്, ലൈലൻ്റെ ആളാണ് ലൈല, പക്ഷേ ലൈല ലാ തുഖിറുലഹും ബിദാക്ക, അവളത് അംഗീകരിക്കണില്ല എന്ന് പറഞ്ഞില്ലേ എന്നതുപോലെയാണ്.
ഞാൻ ഷെയ്ഖുന ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ മൂപ്പരെ കാറ് പോണ് കണ്ടു നിൽക്കണമെന്നാണ് ഞാൻ ചിലർ പറഞ്ഞത്. അങ്ങനെ പല നിലക്കും ബന്ധങ്ങളുണ്ടാവും. അപ്പോൾ ആ ബന്ധങ്ങളെക്കാളൊക്കെ വലുത് മൂപ്പര ആശയങ്ങൾ ആദർശങ്ങളെ പിൻപറ്റി കൊണ്ടിട്ട് മൂപ്പര് കാണിച്ചു തന്ന ഒരു രീതിൻ്റെ ഇബാദത്തിലും മറ്റുമൊക്കെ അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.